അജയ് കൂടെയുള്ള ഒരാളുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരു വഴിതർക്കത്തിനെ കുറിച്ച് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ആൽമരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒത്തുതീർപ്പാക്കണം, നിങ്ങളെ കൊണ്ട് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് പറയുന്നുണ്ട്. അയാളാണെങ്കിൽ നേരെ പോയിട്ട് ഭൂമിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ രണ്ട് വീട്ടുകാർ തന്നെ ചർച്ച ചെയ്തത് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ, ആ മരം കൊടുത്തിട്ട് അതിൻ്റെ പൈസ കിട്ടുന്നത് രണ്ടുപേരും ഷെയർ ഇട്ടാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, അവരതിലൊന്നും വീഴുന്നില്ല, ഒന്നും ശരിയാവില്ല എന്നാണ് അവർ പറയുന്നത് പറഞ്ഞു. എന്നാൽ പഞ്ചായത്ത് പരാതി കൊടുത്തതാണ്, ഈ മരം വീണ അടുത്തുള്ള വീടുകൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്നാണ് മുറിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ രണ്ടുപേർക്കും വീതിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ പോകുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ വണ്ടി കേടായതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അജയ് വരുന്നുണ്ട്. അജയ് വന്നിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ ശരി ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റുണ്ട്. അങ്ങനെ പകുതി എത്തിയതും ഭൂമി പറയുന്നുണ്ട്, സാറിന് ഇത്രയും നല്ല മനസ്സാണല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചത് നല്ല ദേഷ്യക്കാരനായിരിക്കുന്നു, പക്ഷെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് സാറിന് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതും അജയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇടവഴിയിൽ ഇറക്കി നിന്നിട്ട് പറയും, എൻ്റെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യാൻ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ, അതിനാണോ ഞാൻ വണ്ടി കയറ്റിയത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറക്കി വിട്ടിട്ട് പോകും. എന്നിട്ട് പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞതും തിരിച്ച് വന്നിട്ട് അവളെയും കയറ്റിയിട്ട് പോകുന്നുണ്ട്. ഇതൊരു പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്, അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ഇതിൽ കരുതണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ വണ്ടി കയറ്റിയിട്ട് പോകുമ്പോൾ അത് അഞ്ജന കാണാനിടയാവുന്നുണ്ട്. അഞ്ജനയ്ക്ക് അത് കണ്ടതും ദേഷ്യം വരുന്നുണ്ട്. ഭൂമിയുടെ അച്ഛനും അമ്മയാണെങ്കിൽ അവളെ കാണാതെ വീട്ടിൻ്റെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. ഇത്രയും നേരമായിട്ടും അവളെ എന്താ കാണാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും അജയും ഭൂമിയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ അജയൻ്റെ അടുത്ത് ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ടേ കഴിക്കുള്ളൂ, മുത്തശ്ശി വഴക്ക് പറയും എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഒരു അമ്മയും കുട്ടിയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ കണ്ടു, എന്തായി എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ അതിന് തെളിവ് കിട്ടിയിട്ടുണ്ട്, അധികം വൈകാതെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അജയ് വീടെത്തിയതും അഞ്ജന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി, ഏതാണ് നിൻ്റെ വണ്ടിയുടെ ബാക്കിലുണ്ടായിരുന്ന പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായി, ആ ചായക്കടക്കാരിയല്ലേ, അവളെയും കൊണ്ട് നീ ഇങ്ങനെ കറങ്ങാൻ നടക്കണോ എന്നൊക്കെ ചോദിക്കുക. അപ്പം ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞാൻ പ്രപ്പോസ് ചെയ്തു, അവളെ ആക്സെപ്റ്റ് ചെയ്തു, ഞാൻ ഇനിയും അവളെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകും, ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജനൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജന ചോദിക്കുന്നത്, എന്നെ കല്യാണം കഴിക്കില്ലേ എന്ന് ചോദിക്കുന്നത്. നിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ എൻ്റെ പുറകിലിരുത്തി ചുറ്റിക്കറങ്ങും, അങ്ങനെയാണെങ്കിൽ മാത്രം നീ എന്നെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് പറയുന്നുണ്ട്. അജയുടെ മുത്തശ്ശിയും ഭവാനിയും അച്ഛനും അമ്മയൊക്കെ മാരേജിൻ്റെ കാർഡ് സെലക്ട് ചെയ്യുകയാണ്, എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട്. അഞ്ജന അജയൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ പറഞ്ഞതൊക്കെ സത്യമാണോ, അവളെ മാത്രമാണോ കല്യാണം കഴിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ അവളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, എന്നെ കല്യാണം കഴിക്കുകയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം, എനിക്ക് നിന്നെ വേണ്ടാന്ന് ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പോയി പറയാം, നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് അവരവിടെ ചർച്ച ചെയ്യുന്നത്, അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി പറയാൻ വേണ്ടാന്നുള്ളത്, നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്കപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അജയ്ക്ക് അത് കേട്ടത് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ പോകുന്നുണ്ട്. എനിക്ക് എൻഗേജ്മെൻറ്റിന് സാരി ഉടുക്കാൻ കഴിയില്ല മുത്തശ്ശി, എനിക്ക് വേറെ ഡ്രസ്സ് ഇട്ടാൽ മതി, എനിക്ക് സാരി ഉടുക്കുന്നത് ഇഷ്ടമല്ല. അജയ് പറഞ്ഞു സാരി ഉടുത്താൽ മതി എന്ന്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നത് എന്ന് പറഞ്ഞതും അവൾ മുത്തശ്ശിയുടെ അടുത്തതും പ്ലാൻ മാറ്റുകയാണ്. അപ്പോൾ അജയ് അതല്ല എന്ന് പറയാൻ പോകുമ്പോൾ അവനെ പറയാൻ അനുവദിക്കാണ്ട് അങ്ങനെ തന്നെ വിളിച്ചിട്ട് പോവുകയാണ്. വിളിച്ചിട്ട് പോയിട്ട്, നീ എന്താ കരുതിയത്, ഞാൻ അവിടെ പോയിട്ട് എൻഗേജ്മെൻറ്റ് വേണ്ട എന്ന് പറയുന്നു, ഞാൻ ഡൽഹിയിൽ കുറേ ഉഡായിപ്പുകൾ നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അച്ചുവാണെങ്കിൽ ഭൂമിയുടെ ശരിക്കുള്ള അച്ഛനെ കാണാൻ വേണ്ടി ആളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.